ഈ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ഒട്ടേറെ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അശ്വതി, ഇന്നലെ വളരെ പ്രത്യേകതകളുള്ള ദിവസമായിരുന്നു. BJP എന്ന രാഷ്ട്രീയ കക്ഷിയോടോ BJPയുടെ പ്രത്യയശാസ്ത്രത്തോടോ BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോടോ യാതൊരുവിധ യോജിപ്പും ഇല്ലാതിരുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. എന്നും BJP എതിർത്ത് പോകുന്ന ആളായിരുന്നു VS അച്യുതാനന്ദൻ. അതേസമയം തന്നെ അദ്ദേഹം നിലകൊണ്ട് അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ജനങ്ങളുടെ അടുത്ത് ഇടപെടുകിയ രീതിയിൽ അദ്ദേഹം ജനങ്ങളുടെ ശബ്ദമായി മാറിയ രീതിയിൽ അദ്ദേഹം അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിലൊക്കെ ഒരു നൈതികതയുണ്ടായിരുന്നു, അതിലൊരു സത്യസന്ധതയുണ്ടായിരുന്നു. അതിന് രാഷ്ട്രം പരമോന്നത ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഇതേ ദിവസം തന്നെ മറ്റൊരു സംഭവം കണ്ണൂരിൽ നടന്നിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ അഴിമതിക്കെതിരെ ശബ്ദിച്ച അല്ലേ വി കുഞ്ഞികൃഷ്ണൻ എന്നുള്ള നേതാവിനെതിരെ, ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ, 50 വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടി അംഗത്തിനെതിരെ, പാർട്ടി സഖാവിനെതിരെ രക്തസാക്ഷി ഫണ്ട് ഏറ്റവും ആശ്ചര്യകരമായ രക്തസാക്ഷി ഫണ്ടിലടക്കം കൈയിട്ട് വാരി വ്യാജ രസീത് നിർമ്മിച്ച ഒരു MLA അത് വിളിച്ചു പറഞ്ഞതിന്, പാർട്ടിക്കുള്ളിലെ അഴിമതി വിളിച്ചു പറഞ്ഞതിന്, പാർട്ടിക്കുള്ളിലെ ഇന്നലെ ഇതിനു മുൻപും കോടിയേരിയുടെ അടക്കം കൃത്യമായ തെളിവുകൾ നൽകി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അന്നേ പാർട്ടിയോട് ഇക്കാര്യം ബോധിപ്പിച്ചിട്ട് ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. 5 വർഷമായിട്ട് ഇതിനെ പുറകെ നടക്കുകയാണ് അല്ലേ. ഇത് നിവൃത്തിയില്ലാതെയാണ് ഇത് പുറത്തു പറഞ്ഞത്. പ്രതീക്ഷിച്ച നടപടി തന്നെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 29 അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തിറങ്ങുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിനൊരു സാങ്കത്യമുണ്ട്. കണ്ണൂരിൽ വരുന്ന വാർത്ത VS അച്യുതാനന്ദനെയും P കുഞ്ഞികൃഷ്ണനെയും ചേർത്തുള്ള ഫ്ലെക്സുകൾ വീണ്ടും പയ്യന്നൂരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അന്നൂരിൽ ആണ് പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ടിനിയും മുന്നോട്ട് എന്നാണ് ഇതിലെ വാചകം. ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരായ പാർട്ടി നടപടി ഇന്ന് CPM പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. ഇന്നലെ എടുത്ത സെക്രട്ടേറിയറ്റ് തീരുമാനം ഇന്ന് ജില്ലാ കമ്മിറ്റി ചേർന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യും. ജില്ലാ കമ്മിറ്റിയിൽ അവിടെ ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥുൻ പിള്ള ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, എന്തൊരു വിരോധാഭാസം, എന്തൊരു വൈരുദ്ധ്യം! VS അച്യുതാനന്ദന് രാഷ്ട്രം പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച ദിവസം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് VSനൊപ്പം നിന്നിരുന്ന, അല്ലെങ്കിൽ VSനെ പോലെ തന്നെ പാർട്ടിയുടെ നേതാവായിരുന്ന SFI രൂപീകൃതമാകുന്നതിന് മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ KSFൽ തുടങ്ങി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വരെ എത്തുകയും CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി വരെ എത്തുകയും എന്നും പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന് പോരാടിയ സഖാവിനെ വെട്ടിനിരത്താനുള്ള ഔപചാരിക തീരുമാനമാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ആ ഫ്ലെക്സുകളിൽ, പോസ്റ്ററുകളിൽ തെളിയുന്നത് യഥാർത്ഥ സഖാക്കളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ, കമ്മ്യൂണിസം എന്ന ആശയം, ഇന്നും ആ ആശയത്തെക്കുറിച്ച് പല അഭിപ്രായമുണ്ടെങ്കിലും ഇന്നും അത് മുറുകെ പിടിക്കുന്ന യഥാർത്ഥ സഖാക്കളുടെ ശബ്ദമാണ്, അവരുടെ വികാരമാണ് ഈ പോസ്റ്ററുകളിൽ, ഈ ഫ്ലെക്സുകളിൽ തെളിയുന്നത് അല്ലേ? മിഥുൻ പിള്ള, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും പ്രതിഭുള്ള അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ആരോപണം ഉന്നയിച്ച ആൾ പാർട്ടിക്ക് പുറത്ത്, ആരോപണ വിധേയനായ ആളെ പാർട്ടി സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പയ്യന്നൂരിൽ വീണ്ടും V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CPMന്റെ ശക്തി കേന്ദ്രമായ അന്നൂരിലാണ് ഈ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ കാട്ടിയ പാതയിലൂടെ മുന്നോട്ട്, ഇനിയും മുന്നോട്ട് എന്ന വാചകം എഴുതി ചേർത്ത് VS അച്യുതാനന്ദന്റെ ഒപ്പമുള്ളൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ജില്ലാ കമ്മിറ്റി ചേരാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടറി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിന്ന് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഏതായാലും 50 വർഷം പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്ന ഒരു സഖാവാണ് ഇന്ന് പാർട്ടിക്കെതിരെ, പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശബ്ദമുയർത്തതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രതിഭുള്ള അങ്ങനെ തന്നെയാണ് VS അച്യുതാനന്ദനെയും കുഞ്ഞികൃഷ്ണനെയൊക്കെ ചേർത്തൊരു ഫ്ലെക്സ് അവിടെ രൂപപ്പെടുമ്പോൾ രണ്ടായി മുറിയുകയാണെന്ന് വ്യക്തമാണ്. പയ്യന്നൂരിലെ പ്രത്യേകിച്ച് മാത്രമല്ല, ഈ കുഞ്ഞികൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാട്ടിയത്, മിഥുനിലേക്ക് വന്നാൽ മിഥുൻ, പാർട്ടിയിൽ അസംതൃപ്തരുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് കുഞ്ഞികൃഷ്ണൻ തന്നെ പറയുന്നത്. പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ, പാർട്ടി നേതാക്കളുടെ ഇന്നത്തെ പോക്കിൽ, പലരുടെ നിലപാടുകളിൽ, അതുപോലെ തന്നെ ഈ ഫണ്ടിനോട്, പണത്തോട്, സ്വത്ത് സമ്പാദനത്തോടൊക്കെയുള്ള ഒരു അധികാരത്തോടൊക്കെയുള്ള ഒരു ആർത്തി, ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പാർലമെന്ററി വ്യാമോഹം എന്നൊന്ന് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആൾക്ക് അവസരം നിഷേധിക്കുന്നൊരു കാലഘട്ടമുണ്ട്. അത് ഞാൻ എടുത്തു പറയാം. ഇനിയിപ്പോൾ അത് പറയുന്നതൊരു രഹസ്യമല്ല. കാര്യം ഇന്ന് അദ്ദേഹം പാർട്ടി പദവികളിലൊന്നുമല്ല. ആലപ്പുഴയിലെ
പ്രമുഖനായ അഭിഭാഷകനുണ്ട്, പ്രിയദർശൻ തമ്പി. പ്രിയദർശൻ തമ്പിയുടെ പിതാവ് പ്രമുഖ അഭിഭാഷകനായിരുന്നു. പിതാവിൻ്റെ സഹോദരൻ തമ്പി സാർ പ്രമുഖ നോവലിസ്റ്റ് ആയിരുന്നു, എഴുത്തുകാരനായിരുന്നു. അപ്പോൾ പ്രിയദർശൻ തമ്പി എൻ്റെ ജൂനിയറായിരുന്നു കോളേജിൽ. അന്ന് പ്രിയദർശൻ തമ്പി SFIയിൽ സജീവമായിരുന്നു. അപ്പോൾ പ്രിയദർശൻ തമ്പിയുടെ പിതാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഗൗരിയമ്മയും പിന്നെ പ്രിയദർശൻ തമ്പിയുടെ പിതാവും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു, അപ്പോൾ എന്താ ഒന്നും കാണാത്തത്? അപ്പോൾ പ്രിയദർശൻ തമ്പി പറഞ്ഞ മറുപടി എന്നോട് പറഞ്ഞത്, അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞാൽ SFIയിൽ നിൽക്കുന്ന എനിക്ക് എന്തെങ്കിലും ഒരു അവസരം നൽകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവി ലഭിക്കാനാകുമോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് SFIയിൽ അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്ന പ്രിയദർശൻ തമ്പി പറഞ്ഞിടത്തു നിന്നാണ് പാർട്ടി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഏതായാലും മിഥുൻ പിള്ളയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട വിവരങ്ങൾ.